ഞങ്ങളോട് 2007 പ്രസംഗിച്ച് നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. എന്ത് ഇനി മനുഷ്യന് ഒരു കാലത്ത് മനുഷ്യന് ഫോൺ എന്ന് പറഞ്ഞാൽ ഭയങ്കര സംഭവമായിരുന്നു. പിന്നെ വള്ളി എടുത്ത് അയാളോടുത്ത് എല്ലാം അസൗകര്യം. പിന്നെ വള്ളിയില്ലാത്ത ഫോൺ വന്നു, പേജറുകൾ വന്നു. പക്ഷെ പേജറിൽ കൊടു ഒച്ചുണ്ടാവും. പിന്നെ ഒരു ബൂത്ത് പോയി ഫോൺ ചെയ്യണം. പിന്നെ കുറേ കാലം കഴിഞ്ഞപ്പോൾ നേരിട്ട് തന്നെ വിളി വന്നു. 2000 അല്ലേ, അങ്ങനെ തന്നെ അല്ലേ? ഞാൻ ഷെർഖുൽ ഔസത്ത് എന്നൊരു പത്രമുണ്ട്. അത് ബ്രിട്ടനിൽ നിന്ന് ഇറങ്ങുന്ന ഒരു സൗദി ഓറിയൻറ്റഡ് പത്രമാണ്. ഈ പത്രത്തിൽ ഞാൻ 1994 പിന്നെ ചിക്കാഗോയിലോ മറ്റോ ഉള്ള ഒരു മാർക്കറ്റിലൂടെ ഒരു സ്ത്രീ ഒരു മൊബൈൽ ഫോണും ചെയ്ത് നടക്കുന്നത് അത്ഭുതത്തോടു കൂടെ ഫോട്ടോ വന്നത് എനിക്ക് ഓർമ്മയുണ്ട്. 1994. അപ്പോൾ ഷെർഖുൽ ഔസത്ത് പത്രത്തിൽ വന്നതാണ് എന്ത് ഫോട്ടോ, എന്ത് ഒരു ഫോണും മൊബൈലും പിടിച്ചിട്ട് വീട്ടിലേക്ക് വിളിച്ചു ചോദിക്കാൻ എന്താ വേണ്ടത്. ഇന്നിപ്പോൾ അങ്ങനത്തെ ഒരു ഫോട്ടോ വരുമോ? എന്തൊരു കൗമാണ് പഠിച്ചോണ്. 1994 ഷെർഖുൽ ഔസത്തിൽ പത്രത്തിൽ ചിക്കാഗോയിൽ നിന്നോ മറ്റോന്നോ എൻ്റെ ഓർമ്മയെന്ന് പറയാം. ഏതായാലും ഒരു യൂറോപ്യൻ രാജ്യത്ത് ഒരു പെണ്ണ് മാർക്കറ്റിലൂടെ മൊബൈൽ ഫോൺ പിടിച്ചിട്ട് വീട്ടിലേക്ക് സാധനം വാങ്ങുമ്പോൾ വിളിച്ചു ചോദിക്കുന്ന ഒരു കൗതുകം, ശാസ്ത്രം വളർന്നു എന്ന കൗതുകം റിപ്പോർട്ട് ചെയ്തതായി വന്നിട്ടുണ്ട്. അന്ന് അങ്ങനെ ഒരു മൊബൈൽ ഫോൺ അത് യൂറോപ്യൻ രാജ്യത്ത് എവിടെയോ അങ്ങനത്തെ അത്ഭുതമായിരുന്നു. അന്ന് നമ്മളൊക്കെ തന്നെ എന്താ പറയുക, അങ്ങനെയൊക്കെ ഉണ്ടാവുമോ? ഒരു വള്ളി പോലും ഇല്ലാതെ അങ്ങോട്ട് വർത്തമാനം പറയും. എൻ്റെ കുട്ടിക്കാലത്ത് നാട്ടിലെ ഏറ്റവും വലിയ ഉപകരണം, ഏറ്റവും ശാസ്ത്രീയ ഉപകരണം റേഡിയോ ആണ്. അപ്പം എൻ്റെ ഇപ്പോൾ സ്കൂളിൽ പോകുമ്പോൾ മുഹമ്മദ് എറണാകുളത്തുണ്ട്. അപ്പോൾ അവൻ പറയും ഇന്ദിരാഗാന്ധിയൊക്കെ കേൾക്കലല്ല കാണുകയും ചെയ്യത്രേ. കാണുന്ന ഉപകരണം ഇന്ദിരാഗാന്ധി ഒന്നും ഉണ്ടാകുന്ന മുഹമ്മദ്. എൻ്റെ ഒപ്പം സ്കൂളിൽ പോവാം. വർത്താനം പറഞ്ഞ അപ്പയോട് കുർദോട്ടിയോട് വർത്താനം പറഞ്ഞ് പോവും. അതിനിടയിൽ ചെറിയ ക്ലാസ്സിൽ ഞങ്ങൾ 3-4 ക്ലാസ്സിലുള്ള സമയത്ത് മുഹമ്മദ് പറയും ഇന്ദിരാഗാന്ധിൻ്റെ അടുത്തൊക്കെ ഒരു സാധനം ഉണ്ട് അത്രേ, റേഡിയോ അല്ല, കേൾക്കലും അല്ല, എന്ത് അന്ന് ടി വി എന്നൊന്നും പറയാൻ അറിയില്ല. അന്ന് ടി വി എന്ന് പറയുന്ന ഒരു ദീന, ഒരു ടി വി വിളിച്ച് മനസ്സിലായില്ലേ? അന്ന് ടി വി പിടിക്കും, ക്ഷേത്തിന് പറയുന്ന വാക്കാണ് എന്ത്, ഒരു ടി വി പിടിച്ച് അങ്ങനെ പറയാം. അത് ടി വി എന്ന് പറയാൻ അറിയില്ല. നോക്കി നിങ്ങൾ, ഇന്നിപ്പോൾ ടി വി എന്ന സാധനം കാണുകയാണെങ്കിൽ തന്നെ നമ്മൾ എന്തറിയാം, അതൊക്കെ അന്തമുണ്ട്. ഇന്നത്തെ കാലത്ത് കണ്ടുകൊണ്ടിരിക്കുക. ഇന്നൊക്കെ മനുഷ്യൻ എവിടെ എത്തി? അതിന് നമ്മൾ പറയാം ലോകം വന്ന് മാറ്റും. നിങ്ങൾ നോക്കി, ഒരു കാലത്ത് മനുഷ്യൻ മുളച്ചേക്കാം. അള്ളാഹുവിൻ്റെ അടിമകൾ ഇപ്പോൾ തന്നെ മുളക്കുന്നവരുണ്ട്. 2007 ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനി മൊബൈൽ ഉണ്ടാവില്ല, ഒരാൾ തൻ്റെ കയ്യിൽ കുത്തും. പിന്നെ ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇനി കുത്തൂല്ല, വിചാരിച്ചാൽ തന്നെ അവൻ ഉദ്ദേശിച്ച നമ്പറിൽ ബെല്ലടിക്കും. അങ്ങനത്തെ ഒരു കാലം വരും, ഉറപ്പായിട്ട് വരും. വിചാരിച്ചാൽ മതി, ഒരാളെ മനസ്സിൽ വിചാരിച്ചാൽ അവിടെ ബെല്ലടിക്കും. അങ്ങനത്തെ ഒരു കാലം വരാതെ ഭൂമി അവസാനിക്കൂല. അത് ഞാൻ എന്തൊക്കെ പറഞ്ഞാൽ എന്തറിയോ, ഓരോ ഡയമെൻഷനിലും നിൽക്കുന്നവർ അടുത്ത ഡയമെൻഷൻ നിഷേധിക്കും. അവൻ ജാഹില, മുഅ്മിൻ നിഷേധിക്കൂല. ഇന്നല്ലാഹ അലാ കുല്ലി ഷൈഇൻ ഖദീർ. ഇതൊക്കെ ചെയ്യാൻ ആർക്ക് കഴിവുണ്ട്? അല്ലാഹുവിന് കഴിവുണ്ട്. അത് മനസ്സിലാക്കണം. മനസ്സിലാവേണ്ട പറഞ്ഞത് ചിന്തിക്ക്. നമ്മളുടെ ഇതിൻ്റെ അപ്പുറത്തെ ലോകം ഉണ്ടാവുക നമുക്കറിയില്ല. നമുക്കതിനെ പറ്റിയൊന്നും അറിയില്ല. ചിന്തിക്ക്. അതിൻ്റെയൊക്കെ അപ്പുറത്ത് എത്രയോ ഉണ്ട്. ഇപ്പം നമ്മൾ പറയുന്നത് 60 സെക്കൻഡ് കൊണ്ട് 1 മിനിറ്റ് ഉണ്ടായി, 60 മൈക്രോ സെക്കൻഡ് കൊണ്ട് 1 സെക്കൻഡ് ഉണ്ടായി, 60 മൈക്രോ സെക്കൻഡ് കൊണ്ട് 1 സെക്കൻഡ് ഉണ്ടായി, 60 മൈക്രോ സെക്കൻഡ് കൊണ്ട് 1 സെക്കൻഡ് ഉണ്ടായി, 60 സെക്കൻഡ് കൊണ്ട് മിനിറ്റ് ഉണ്ടായി, 60 മിനിറ്റ് കൊണ്ട് 1 മണിക്കൂറുണ്ടായി, 24 മണിക്കൂർ കൊണ്ട് 1 ദിവസം ഉണ്ടായി. ഓഹോ, ഇനി വേറൊന്നുണ്ടാവാം, ഇതൊന്നും അല്ലാത്ത. അങ്ങനെ ഉണ്ടാവാം. ഒരിക്കലും ഒരു ജിന്നുമായി സംസാരിക്കാൻ എനിക്കൊരു അവസരം ഉണ്ടായി. അപ്പോൾ ഒരു പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ട്രോളാൻ പറ്റിയൊരു അവസരമാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു, നിങ്ങൾക്ക് എത്ര വയസ്സായി? എനിക്ക് 600 വയസ്സായി. പക്ഷെ നിങ്ങളതിൽ ഇനി കണക്കൂട്ടി എണ്ണി നോക്കണം. ഞങ്ങൾക്ക് 60 വയസ്സായി, നിങ്ങളിൽ എത്ര നോക്കണം. അപ്പോൾ ഇത് രണ്ടാണ്. നമ്മളെ സമയമല്ല അവരുടെ സമയത്ത് വ്യത്യാസം ഉണ്ടാവും. തിരിഞ്ഞിട്ടില്ല. നമ്മളൊരവസ്ഥ വരുന്നത്. ഇനി 3ാമത്തെ അവസ്ഥ പറയാം. ഖബറിൽ നിന്ന് എണീറ്റ് ചോദിക്കും എത്രയപ്പം നമ്മൾ പാർത്ത്?
യൗമൻ ഒരു ദിവസം പറഞ്ഞിട്ടുണ്ടാവും. അപ്പോഴത്തേന് ആദ്യ നബിയുടെ കാലത്തുള്ള ആളുകൾ പറയുന്നത്. അപ്പോൾ 10,000 25,000 കൊല്ലം അവർക്ക് എന്തായി തോന്നാണ് ഒരു ദിവസം. എന്ത് വേറെ ഡയമെൻഷനാണ്. മനുഷ്യൻ എന്താ എന്തിനായി നിഷേധിക്കുന്നത്? നമുക്ക് എന്താ അറിയാം? നമ്മളൊരു പെണ്ണുങ്ങൾ, ഒരു പാത്തുമ്മൻ, ഒരു 4 ആടും, ഒരു കന്നും, ഒരു സൂപ്പർ മാർക്കറ്റും, ഇതന്നെയുള്ളൂ ദുനിയാവ്. ഇതിനെ നമുക്ക് എന്താ അറിയാം? നിങ്ങൾക്ക് പറഞ്ഞത് മനസ്സിലായോ? ഖുർആനിലുണ്ട്. ഈ ഡയമെൻഷനിലേക്ക് താദാത്മ്യപ്പെടുത്തി അസ്ഹാബുൽ കഹ്ഫിനെ. അതായത് വേറൊരു സമൂഹത്തിൻ്റെ നിയമം മാത്രം ഇവർക്കത് കൊടുത്തു. അങ്ങനെയും വരും. അതുകൊണ്ടാണ് എന്തായത്? നഖം നീളാഞ്ഞ് തിരിഞ്ഞിട്ടില്ല. ഒരാൾ ഉറങ്ങുന്ന നേരത്ത് നഖം നീളുമല്ലോ, നീളാഞ്ഞ്. ഒരാൾ ബോധം കെട്ടി കിടന്നു, ജുമാ നിസ്കാരത്തിന് മുമ്പ് പോയിട്ട് എന്ത് ചെയ്ത്? താടിമുടി മടിച്ച് വൃത്തിയാക്കി ജുമാക്ക് പോയി. ജുമാന്റെ ശേഷം പള്ളിയിൽ തല്ലുണ്ടായി. പിന്നെ തല്ലുണ്ടായാലും സ്വാഭാവികമാണല്ലോ. ജനറൽ ബോഡി ഉണ്ടായിരുന്നു തല്ല് പള്ളിയിൽ, പിന്നെ സ്വാഭാവിക തല്ലുണ്ടാവുമല്ലോ. അങ്ങനെ ജനറൽ ബോഡിയിൽ പങ്കെടുത്തെന്ന കാരണത്താൽ ജുമാ കഴിഞ്ഞപ്പോൾ മൂപ്പര് ബോധം കിട്ടും. പിന്നെ ഐസിക്ക് മാറ്റി. പിന്നെ ബോധം തികയുന്നത് അടുത്ത വെള്ളിയാഴ്ച രാവിലെയാണ്. അപ്പോൾ ജുമാ നിർബന്ധമാണ്. ഇനി മൂപ്പർക്ക് എന്ത് വേണം? അത് ബർബർ പോകണം. എന്തുകൊണ്ട്? താടി മുടിയുന്നുണ്ട്. ഇനി ഒന്ന് മനുഷ്യന്മാരുടെ ഇടയിൽ ഇറങ്ങണമെങ്കിൽ ഫർളായി നടന്നൊന്നല്ല, താടിമുടി നന്നാക്കി. മനുഷ്യന്മാരുടെ ഒന്ന് പോകണമെങ്കിൽ ഒന്ന് താടിമുടി നന്നാക്കണം. ഈ ഒരാഴ്ച കാലം കടന്നു പോയിട്ടുണ്ട്. അപ്പം അയാൾക്ക് എന്ത് നീണ്ടിട്ടുണ്ട്? ഓഹോ, അപ്പം ഈ കാലം കടന്നു പോയാൽ എന്തുണ്ടാവും? താടിമുടിയൊക്കെ നീളും. ഇനി വേറൊരു ജനത, 7 ആളുകൾ. ഈ 7 ആളുകൾ എണീറ്റിട്ട് ഉടനെ ചോദിക്കണം, കം ലഭിത്തും, നമ്മൾ എത്ര ആൾ കാലം ഇവിടെ കിടന്നു എന്നാണ്. അപ്പോൾ പറയുന്നത് ലഭിസ്ന യൗമനൗബാളയവും. ഭൂരിഭാഗം പറഞ്ഞത് ഒരു ദിവസം, ഏറെ പറഞ്ഞത് ഒരു ദിവസം, ചിലർ പറഞ്ഞ ഒരു ദിവസം ഇല്ല. 350 കൊല്ലം. എത്ര കൊല്ലം പറമോനെ? എത്ര കൊല്ലം? 309 കൊല്ലം എന്ന് ഖുർആനിൽ ഇവിടെ ഉണ്ടല്ലോ. ഇതിൽ ഇവർ തർക്കിച്ചത് എന്തിന്? ഇവർ തർക്കിക്കണ് ഒരാഴ്ച കൊണ്ട് നമുക്ക് മുടിയും താടി നീളുന്നില്ലേ? പറയും മനുഷ്യൻ, ഒരാഴ്ച കൊണ്ട് മുടിയും താടി നീളുന്നില്ലേ? ഉണ്ട്. അപ്പോൾ 309 കൊല്ലം കഴിഞ്ഞ ഒരാളെ അവസ്ഥ എന്തായിരിക്കും? നമ്മളെ ഇപ്പോൾ ഒരു പ്രശ്നമുള്ള ഒരു സംഭവം ഉണ്ടല്ലോ, ഇപ്പം എന്താ പറയുക, പിന്നെ ആടുജീവിതം. അതിൽ നജീബ് എന്നൊരാളെ പറയുന്നുണ്ട്. ഈ നജീബ് മരുഭൂമിയിൽ നിന്ന് മസ്രയിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് റിയാദിൽ വന്നപ്പോൾ അതിന് സൗകര്യം ചെയ്തു കൊടുത്ത ഒരാൾ പിന്നീട് സോഷ്യൽ മീഡിയയിൽ സംസാരിച്ചു. നമ്മളവിടേക്ക് വന്നു. അങ്ങനെ നമ്മൾ മുടിയും താടിയൊക്കെ വെട്ടിച്ചു. 2 കൊല്ലാണ് മസ്രയിൽ നിന്നത്. ഈ മസ്രയിൽ നിന്ന കാലത്ത് എന്തുണ്ടായില്ല? താടി മുടി വെട്ടിയില്ല. 2 കൊല്ലം കൊണ്ട് മനുഷ്യൻ തിരിച്ചറിയാൻ പറ്റാത്ത കോലത്തിലായി. അപ്പൊ കാലം കടന്നു പോകുമ്പോൾ സ്വാഭാവികമായി എന്തുണ്ടാവും? നഖം മുടിയൊക്കെ സ്വാഭാവികമാണ്. അപ്പൊ പിന്നെ ഇനി എത്രയെന്ന് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇത് കാണുന്നോനെ എന്തേ പറയുള്ളൂ? 10 കൊല്ലായോന്നേ ചോദിക്കുള്ളൂ. നിങ്ങൾക്ക് പറഞ്ഞ മനസ്സിലായില്ലേ? ഇവര് എണീറ്റിട്ട് ഉടനെ ചോദിക്കാൻ എന്ത് പറയാ കുട്ടി? ഇവര് എണീറ്റിട്ട് എന്താ ചോദിക്കണേ? നാം എത്രയാണ് ഇവിടെ കിടന്നതെന്നെ ചോദിക്കണേ. 309 പറഞ്ഞത് മനസ്സിലായില്ലേ? അതായത് ഇവരിലൂടെ കാലം കടന്നു പോയിട്ടുണ്ടെങ്കിൽ, കാലം കടന്നു പോകുന്ന ഒരവസ്ഥ ഇവർക്കുണ്ടായിട്ടുണ്ടെങ്കിൽ, ഈ അവസ്ഥ അള്ളാഹു നീക്കി. ഒരു ഗുഹയുടെ ഉള്ളിൽ വേറെ ഡയമെൻഷൻ കൊടുക്കാൻ ആർക്ക് കഴിയും? അള്ളാഹു കഴിവുള്ളവൻ എന്ത് വിചാരിച്ച്? ഇല്ലെങ്കിൽ ചോദ്യം തന്നെ ഇല്ലല്ലോ. പർശനെ അള്ളാ എന്തായി കാണുന്നത്? എന്താ നമ്മളെ കോലം? എത്ര ഇവിടെ കിടന്ന് എനിക്ക് എന്താണ് കാണുന്നത്? അറിയല്ലേ? കാരണം നഖമൊക്കെ എവിടെ എത്തിയിട്ടുണ്ടാവും? എത്ര കൊല്ലം പറയടോ? ഇതേപോലെ ക്രിസ്തുമതം അംഗീകരിക്കുന്ന ചരിത്രമുണ്ട്. 7 സ്ലീപ്പേഴ്സിന്റെ ചരിത്രം എന്ന് പറഞ്ഞാൽ ഇസ്ലാം മതത്തിലും ക്രിസ്തു മതത്തിലും കൃത്യമാണ്. വിശദീകരണം എടുത്ത ചില വിഷയങ്ങളെ വ്യത്യാസമേ ഉള്ളൂ. ഇവർ ഈസാ നബിയുടെ ശിഷ്യന്മാരാണെന്നുള്ളതാണ് പ്രധാന അഭിപ്രായം. ഏതായാലും ഇവർ ഉസ്താദ് മത്തായി ആണെന്ന കാര്യത്തിൽ സംശയമില്ല. റളിയല്ലാഹു അൻഹു ഈസാ നബിയുടെ പ്രധാനപ്പെട്ട ശിഷ്യനാണ്. ആര്? മത്തായി റളിയല്ലാഹു അൻഹു. മനസ്സിലാവുന്നില്ലേ? ഹവാരിയിൽപ്പെട്ട മകനാണ്. അവരുടെ ശിഷ്യന്മാരാണ് ഈ കിടക്കുന്നതെന്നാണ് ഒരു പ്രധാനപ്പെട്ട അഭിപ്രായം. നേരെ ശിഷ്യന്മാർ. അപ്പോൾ ഈസാ നബിയുടെ താബിഈങ്ങളിൽപ്പെട്ട ആൾ, ഈസാ നബിയുടെ സ്വഹാബിയായ മത്തായിയുടെ ശിഷ്യന്മാരത് ഒരഭിപ്രായം. ഇവരാരാണ്? ഈസാ നബി 1-ലധികം ശിഷ്യന്മാരുണ്ടെന്ന് അഭിപ്രായമുണ്ട്. 7 സ്ലീപ്പേഴ്സിന്റെ കാര്യത്തിൽ ഇസ്ലാമും പിന്നെ ഇങ്ങനത്തെ ചരിത്രമുണ്ടെന്ന കാര്യത്തിൽ ഇസ്ലാം ക്രിസ്ത്യാനിക്കും തർക്കമില്ല. അവർ ഈ വിഷയത്തിൽ 100 കണക്കിന് ഗ്രന്ഥങ്ങൾ അവരെ ഭാഗത്ത് എഴുതിയിട്ടുണ്ട്, നമ്മുടെ ഭാഗത്തുണ്ട്.
അതിനപ്പുറമൊക്കെ കിതാബുകൾ, നമ്മളെ കിതാബുകളിലും രേഖകളുണ്ട്, ആയിരക്കണക്കിന് രേഖകളുണ്ട് സെവൻ സ്ലീപ്പേഴ്സിനെ കുറിച്ച്. അപ്പൊ ഇസ്ലാമും ക്രിസ്ത്യാനിറ്റിയും ഒരുപോലെ യോജിക്കുന്ന ഒരു വിഷയമാണ് എന്ത്? സെവൻ സ്ലീപ്പേഴ്സ്. കാലവും തന്നെയാണ്. ഇസ്ലാം പറയുന്ന കാലം ഈസാ നബിക്ക് ശേഷം, അവർ പറയുന്ന കാലവും പറ ഈസാ നബിക്ക് ശേഷം. പക്ഷെ ഈ ആളുകൾക്ക് എന്താണ് ഈ എണീറ്റപ്പോൾ അവർക്ക് മനസ്സിലായില്ല നമ്മൾ എത്ര പാർത്തിട്ടുണ്ടാവും. ഇതേ അവസ്ഥ നീ അവിടെ ഉണ്ട്. അപ്പൊ ഖബറിലെ അവസ്ഥയിലാണ് ഭൂമി കടത്തിയത്. തിരിഞ്ഞിട്ടില്ല. ഖബറിൽ നിന്ന് എണീറ്റപ്പോൾ ചോദിക്കാണ് ഒരാളോട്, ഖുർആനിലുണ്ട്, നമ്മൾ എത്ര അവിടെ കടന്നിട്ടുണ്ടാവും. ഒരു ദിവസം കിടന്നതുപോലെ തോന്നും. എന്തുകൊണ്ട്? അവിടുത്തെ കാലം ഇവിടുത്തെ കാലല്ല. അതായത് പള്ളിപ്പറമ്പിന്റെ മുകളിലൂടെ കടന്നു പോകുന്ന കാലവും 6 അടി താഴെ, 6 അടി ഒന്നും ഉണ്ടാവില്ല, പണ്ടാണ് 6 അടി. ഇപ്പൊ കള്ളന്മാരായ മനസ്സിലായില്ല, മടിയന്മാരായതുകൊണ്ട് ഒരു 3-3.5 അടിയേ ഉള്ളൂ, പുറത്ത് പറയണ്ട, അത്ര തന്നെ ഉണ്ടാവുള്ളൂ, മേക്കൊയ്യും കേക്കൊയ്യും കൂടി ആയിട്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ഈ മുകളിൽ കടന്നു പോകുന്ന കാലവും താഴെ ഇവർ അനുഭവിക്കുന്ന, അത്രയും പറയാൻ കഴിയുള്ളൂ, ഇവരനുഭവിക്കുന്ന കാലവും രണ്ടാണ്. ഇതിനൊക്കെ കഴിവുള്ളവനാണ് ആര്? നമുക്കൊന്നും അറിയില്ല, ഒറ്റ വിവരമില്ല. എന്നിട്ട് വിവരത്തിന്റെ അവസാനം എൻ്റെ കയ്യിലുണ്ടെന്ന് പറയുന്നതിന് തിന്മ എത്ര വലുതാണ്. അതാ ഞങ്ങളോട് പറഞ്ഞത്, നമ്മൾ പറഞ്ഞു വന്നത് അഹമ്മദിയത്തിന്റെ രഹസ്യം അതൊരിക്കലും അറിയില്ല, അതൊരു രഹസ്യ. അഹദിൽ മഖ്ലൂഖിന്റെ മീമ കൊടുത്തപ്പോൾ ഇടയിലേക്ക് കയറ്റിയതാണ് അഹമ്മദ്. മനസ്സിലായില്ല? അഹദിന്റെ ഇടയിൽ എന്ത് ചെയ്തു എന്നറിയോ? അഹദിന്റെ ഇടയിൽ അലിഫും ഹാവും കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു? ഒരു ചെറിയ സാധനം ഉള്ളിക്കടി കയറ്റി. എന്തായി? അഹമ്മദ്. അഹദ് പ്രസവിച്ചതാണ് അഹമ്മദ്. പ്രസവിക്കാന്നൊരു സാങ്കേതിക ഭാഷയുടെ ആലങ്കാരിക പറയാൻ അത്രയേ ഉള്ളൂ. ആ പദം എന്നതിൻ്റെ അർത്ഥം അള്ളാഹു പ്രസവിക്കാന്നല്ല, ലമ്മിലത്ത് വലം യൂലത്ത്. അതായത് ഈ പദത്തിൽ നിന്ന് ഒന്നും ഒഴിവാക്കാതെ ഇടയിൽ എന്ത് കൊടുത്തു? ഒരു ബോൾട്ട് അതിൻ്റെ ഇടക്കട കയറ്റി. മുഹമ്മദിന് പിന്നെയും പണിയുണ്ട്, ചിലതിന് ഒഴിവാക്കേണ്ടതുണ്ട്. നിങ്ങളിൻ്റെ കൂടെ ഇല്ല. അഹദവൻ്റെ സിഫത്ത, അതിനേക്കാളും എൻ്റെ സിഫത്തില്ല. അല്ലാഹു അഹദ്, അതവൻ്റെ സിഫത്ത. മുഹമ്മദിനെ തിരിച്ചും മറിച്ചിടണം, തിരിച്ചും മറിച്ചും ഇടണം മുഹമ്മദിന്. എന്നാലും ഹാഉം ദാലും അതിലുണ്ട്, ഇതിലുണ്ട്. അഹദിലുണ്ട് ഹാഉം ദാലും, ഇതിലുണ്ട്. മുഹമ്മദിലുണ്ട് ഹാഉം ദാലും. പിന്നെ 2 സ്ഥലത്ത് മുഹമ്മദിൽ മീം കൊടുത്തു, ഇതിൽ ഒരൊറ്റ മീം. ഇതാണ് എന്ത്? അഹമ്മദ്. എല്ലാം അടുത്ത് കണക്കുമാണ്, ഒരൊറ്റ ഓട്ടം. ഒരിക്കൽ ടെല്ലവീവിൽ വെച്ച് ഒരു സംഘം ജൂതന്മാർ എന്നോട് തർക്കിക്കാൻ വന്നു. എനിക്ക് തോന്നുന്നത് 2014 മറ്റോ. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, മൂസ നബിയാണോ മുഹമ്മദ് നബിയാണോ വലിയ ആള്? ഞാൻ പറഞ്ഞു മുഹമ്മദ് നബി എല്ലാവരും സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ അവർ തെരുവ് നിരത്താണ്. നിങ്ങളുടെ കിതാബിൽ തന്നെ 136 വട്ടം ഞങ്ങൾ നേതാവിനെ പറഞ്ഞില്ലേ? നിങ്ങൾ നേതാവിനെ 4 ലിറ്റർ പറഞ്ഞു. നമ്മളതിന് മറുപടി പറഞ്ഞു. എന്നാൽ പോലും ഒരു സാധാരണക്കാരനാണെങ്കിൽ പെട്ടു. അതായത് മുഹമ്മദ് മുസ്തഫയുടെ ദുർബലതയായി കണക്കാക്കപ്പെടുകയാണ് അവരുടെ വീക്ഷണത്തിൽ. എന്ത്? 4 വട്ടം മാത്രം. മറ്റതോ 136 വട്ടം. മൂസ 136 വട്ടം. ഖുർആനിൽ 136 വട്ടാണ് മൂസ. മുഹമ്മദോ 4 വട്ടം. അതോ സയ്യിദുൽ അംബിയ. ഇപ്പൊ 4ന്റെ രഹസ്യത്തിൽ അല്ലാഹ്, അലിഫ് ലാം ഹ. ഓഹോ അല്ലാഹ്. എത്ര അർത്ഥം? 4 അള്ളാന്റെ രഹസ്യം. 4 ആൾക്ക് വേദം, 4 ആൾക്ക് കിതാബ്, 4 അള്ളാന്റെ രഹസ്യം. അല്ലാഹ്, അലിഫ് ലാം ഹ. അല്ലാഹ്. മുഹമ്മദ്. മനസ്സിലായില്ലേ? അഹമ്മദ് കൃത്യമാണ്. അലിഫ് ഹ മീം ദാൽ. അല്ലാഹ്, അലിഫ് ലാം ഹ. ഒറ്റ അഹമ്മദ്. എന്തുകൊണ്ട് അഹദിന്റെ മളഹറിൽ ഒരാളുള്ളത് അഹമ്മദാണ്. അഹദിനെ അറിഞ്ഞാലും അഹമ്മദാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അങ്ങനെയുള്ളൂ. അഹദിനെ അറിഞ്ഞ ആൾ അത് മഖ്ലൂഖിന്റെ മീമാണ്. ഖാലിഖിൽ നിന്ന് മഖ്ലൂഖിലേക്ക് വ്യാപിക്കുമ്പോൾ മഖ്ലൂഖിന് എന്ത് വേണം? പറയടോ.
തിന്നണ മീമല്ല. മഖ്ലൂക്കിന് എന്ത് വേണം? ഖാലിഖിൽ നിന്ന് മഖ്ലൂക്കിലേക്ക് ഇറങ്ങണമെങ്കിൽ എന്ത് വേണം? മീൻ വേണം. മീമുണ്ടല്ലേ എന്തുണ്ടായത്? മഖ്ലൂക്ക് മീമല്ലേ? മീമല്ലേ ശനി തന്നെയാണ് അഹദിൽ. അഹമ്മദ് ആണെങ്കിലും മുഹമ്മദിനാണെങ്കിലും അഹദിൽ ഇല്ലാത്തൊരു ഹർഫ് മുഹമ്മദിൽ മീമാണ്, അഹമ്മദിൽ മീമാണ്. അഹമ്മദിൽ ഉറപ്പ് കയറ്റം കയറ്റിയ തള്ളി കയറ്റിയത് ഒരു മീമിനെ, മഖ്ലൂക്കിന്റെ മീമിനെ അഹമ്മദിലേക്ക് തള്ളി കയറ്റിയപ്പോൾ അഹമ്മദ് രഹസ്യമാണ്. നമുക്കൊന്നും അറിയില്ല. നമുക്ക് പങ്കെടുക്കാം. ആരിഫ്യങ്ങൾ പങ്കെടുക്കുന്നു. നമുക്ക് അതെടുത്ത് നിൽക്കാം. അഹമ്മദിന്റെ രഹസ്യം ഷെയ്ഖ് അബ്ദുൽ ഖാദിർ ജീലാനി പോലും അറിയില്ല. അതിൻ്റെ അർത്ഥം എന്താ? അവരനുസരപ്പെടുത്തിയല്ല, നമ്മളെക്കാൾ കോടിയപ്പുറം അള്ളാഹുവിൻ്റെ മഅരിഫത്തുള്ള മഹാന്മാരവരൊക്കെ. ഒരാൾ വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബിനോട് ചോദിക്കുകയാണ്, ഹൽ റഅയ്തും റസൂലല്ലാഹ്, റസൂലിനെ കണ്ടിട്ടുണ്ടോ? അങ്ങനെ ചോദിക്കാൻ പറ്റും. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, ഈ ഹദീസ് മുസ്ലിമിലുണ്ട്. എന്തോന്ന് പറഞ്ഞു? ഒരാൾ വന്നിട്ട് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കലോട് ചോദിക്കുകയാണ്, ഹൽ റഅയ്തും റസൂലല്ലാഹ്. അങ്ങനെ ചോദിക്കാൻ പറ്റും? വരാല റസൂലുള്ളാഹിന്റെ കൂടെ ജീവിച്ചോര്, റസൂലുള്ള പ്രബോധനം നടത്തിയ കാലത്ത് ഇസ്ലാമിനെ നിഷേധിച്ചുകൊണ്ട് കൊല്ലാൻ നടന്ന ഉമർ ഇബ്നുൽ ഖത്താബ്, പിന്നെ ഹബീബ റസൂലുള്ളാഹിന്റെ കാൽക്കൽ പോയി വീണ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു, പിന്നെ റസൂലുള്ളാഹിന്റെ ഏറ്റവും വലിയ ആളായി റസൂലുള്ളാഹിക്ക് വേണ്ടി ജീവിച്ച ആളാണ് ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു അടക്കമുള്ള സ്വഹാബികളോട് റസൂൽ വഫാത്തായതിനു ശേഷം വന്നിട്ട് ഒരാൾ ചോദിക്കുകയാണ്, എന്ത്? ഹൽ റഅയ്തും റസൂലല്ലാഹ്. ഈ ഹദീസ് ബുഖാരിയിലുണ്ട്, മുസ്ലിം തർക്കമില്ലാത്ത ഹദീസ്. ആരയാള്? സയ്യിദുനാ ഉവൈസ്. ഉഹദ് യുദ്ധത്തിൽ ഹബീബ റസൂലുള്ളാഹിയുടെ മുൻപല്ല് പൊട്ടി എന്നറിഞ്ഞപ്പോൾ തൻ്റെ പല്ല് പൊട്ടിച്ച ആള്. ബിമഹബ്ബത്തി വശൗഖി വൽ മഹബ്ബത്തി ബിന്നബിയിൽ മുസ്തഫ. അല്ലാഹുവിൻ്റെ ഹബീബിനോടുള്ള പ്രേമത്തിൻ്റെ അതിൻ്റെ അവസാനം. കാരണം എന്ത് ചെയ്തു? റസൂലുള്ളാഹിക്ക് നഷ്ടപ്പെട്ട പല്ല് തനിക്ക് വേണ്ട, പല്ല് പൊട്ടിച്ചു. ആര്? യുവൈസ്. ഈ ഉവൈസിനെ ഹബീബ റസൂലുള്ളാഹി പറഞ്ഞിട്ടുണ്ട്, കറൻ നാട്ടുകാരനായ ഒരാൾ വരും, അയാൾക്ക് ഫഖരിഉഹു മിന്നി സലാം, എൻ്റെ സലാം പറയണം. ഞാൻ മരിച്ചാൽ അയാൾ വരും. ഞാൻ മരണപ്പെട്ടതിന് ശേഷം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരാൾ ഇവിടെ വരും. അയാൾ ഖറൻ നാട്ടുകാരനാണ്, അയാൾ മുജാബു ദഅവയാണ്. മനസ്സിലായില്ലേ? അയാൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാണ്. അയാൾ വന്നാൽ ഫഖരിഉഹു മിന്നി സലാം, എൻ്റെ സലാം അയാൾക്ക് പറയണം. ഇയാൾ വന്നു സലാം പറഞ്ഞു, റസൂലുള്ളാഹി സലാം പറഞ്ഞു, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം സലാം പറഞ്ഞു. പിന്നെ ചോദിക്കാൻ ഇയാള് സ്വഹാബികളോട് ചോദിക്കാണ്, ഹൽ റഅയ്തും റസൂലല്ലാഹ്. ഫഖല്ല, നിങ്ങൾ റസൂലിനെ കണ്ടിട്ടില്ല, നിങ്ങൾ റസൂലിനെ കണ്ടിട്ടേ ഇല്ല, റസൂലിനെ കണ്ടില്ല. റഅയ്തു മുഹമ്മദ് ബിൻ അബ്ദില്ലാ മാ റഅയ്തു റസൂലിനെ കണ്ടില്ല. അബ്ദുല്ലാഹുടെ മകനായ മുഹമ്മദിനെ കണ്ടിട്ടുണ്ട്, സ്വല്ലല്ലാഹു അലൈഹി വസല്ലം റസൂലിനെ കണ്ടിട്ടില്ല. ഇയാളാരാ? ഇയാള് ദുആക്ക് ഉത്തരം കിട്ടുന്ന മഹാനാണെന്ന് വഫാത്തിന് മുമ്പ് റസൂലുള്ള പറഞ്ഞത് ആയിരക്കണക്കായ കിതാബുകളിലുണ്ട്. ഇന്ന് മുസ്ലിമീങ്ങൾക്ക് ഒരു വഹാബിയും ഒരു മൗദൂദി നിഷേധിക്കില്ല. ആയിരക്കണക്കിന് അത്രയും സ്വഹാബത്ത് ഇയാളെ കണ്ടുമുട്ടിയെന്നും റസൂലുള്ളാഹി സലാം പറഞ്ഞു ഉറപ്പാണ്. ഇതിൽ തർക്കമില്ല. ഉവൈസിന്റെ കാര്യത്തിൽ, ഉവൈസ് വലിയ മഹാനാണെന്ന കാര്യത്തിൽ മുസ്ലിം ലോകത്ത് തർക്കമില്ല. ഒരു സുന്നിയോ വഹാബിയോ ഒരു തർക്കമില്ല. ഇയാളിനോട് ചോദിക്കാൻ എന്ത്? അങ്ങനെ ചോദിക്കാൻ പറ്റും? നമ്മളെ പള്ളിയിലെ ഉസ്താദ് 40 കൊല്ലം നമ്മളെ പള്ളിയിലെ ഉസ്താദായി നമ്മൾ രാവും പകലും ജമാഅത്തിൽ പങ്കെടുത്ത് മരിച്ച് നമ്മളെ പള്ളീൻ്റെ മുറ്റത്ത് തന്നെ മറവ് ചെയ്ത നമ്മളെ ഉസ്താദിനെ പിന്നീട് ഏതോ കുറച്ചൊക്കെ കഴിഞ്ഞിട്ട് ഒരു നാട്ടുകാരൻ വന്ന് ചോദിക്കാണ്, നിങ്ങൾ മോചിനെ കണ്ടീനോ? എന്ത് വാർത്ത? മറവ് ചെയ്തവരല്ലേ? മരിച്ചപ്പോൾ ഇവരടുത്തില്ലേ? സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വഫാത്തിന് ഇവരടുത്തില്ലേ? വഫാത്തായപ്പോൾ ഇവരടുത്തുണ്ടല്ലോ. മറവ് ചെയ്തവരല്ലേ? പിന്നെ ചോദിക്കാൻ എന്ത്? ഹൽ റഅയ്തും റസൂലല്ലാഹ് ചോദിക്കാൻ പറ്റും? അയാൾ അങ്ങനെ ചോദിച്ചപ്പോൾ അതൊക്കെ എന്തോ ആണെന്ന് പറയാൻ പറ്റൂല. ഇയാൾ ആരാണ്? ഇയാൾ ദുആക്ക് ഉത്തരം കിട്ടുന്ന ആളാണെന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഹബീബ റസൂലുള്ളാഹി പറഞ്ഞിട്ടില്ലേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം? അതിൻ്റെ പൊരുൾ നമുക്കറിയില്ല, ഇപ്പറഞ്ഞ പൊരുൾ നമുക്കറിയില്ല. എന്തേ അങ്ങനെ ചോദിച്ചു? നിങ്ങൾ റസൂലിനെ കണ്ടിട്ടില്ല,
അപ്പോൾ ഒരു കാര്യം മനസ്സിലാക്കുക, ഒരു കാര്യം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടില്ല, തിരിഞ്ഞിട്ടില്ല. അപ്പരർത്ഥമുണ്ട്. എന്ത്? സ്വഹാബികളായ നിങ്ങളും കാണാത്ത ഒരേരിയ ആർക്കുണ്ട്? റസൂലുള്ളാഹിക്കുണ്ട്. അത് കാണാൻ കഴിയില്ല. അങ്ങനത്തെ റസൂലുള്ളാഹി ആളാരാ? അതാണ് അല്ലാഹുവിന്റെ രഹസ്യം എന്ന് പറഞ്ഞത്. മനസ്സിലാണ്ട് പറഞ്ഞു. ഇത് നിങ്ങൾ ചിന്തിക്കണം. അതിൽ നിന്ന് അള്ളാഹിന്റെ ആരിഫ്യങ്ങൾക്ക് വീണ് കിട്ടുന്ന ചിതറുകൾ, ആ ചിതറുകളിൽ നിന്നാണ് ഈ കിതാബുകളൊക്കെ ഉണ്ടാവുന്നത്. ഈ കിതാബ് 3300 ചില്ലാനം ബെയ്ത്ത് റസൂലിനെ പറ്റി. അതോ എന്താ പറയുന്ന ഓരോ ബെയ്ത്തുകളുടെ വില എത്രയാണ്? ഞാൻ അവസാനിപ്പിക്കാം. ഞങ്ങളോട് ചിന്തിക്കാൻ വേണ്ടി പറയാം. ഒരു മനുഷ്യൻ അള്ളാഹുവിനെ അറിയാൻ ആരിലേക്ക് തിരിയണം? ഹബീബ റസൂലിലേക്ക് തിരിയണം സല്ലല്ലാഹു അലൈഹി വസല്ലം. മല്ലം യറ നഫ്സഹു ഫി മിൽക്കി റസൂൽ. ബഹുമാനപ്പെട്ട സഹൽ ഇബ്നു അബ്ദുല്ലാഹി തസ്തരി റളിയല്ലാഹു അൻഹുവിന്റെ കിതാബാണിത്. ഖുർആൻ തഫ്സീർ സഹലിന്റെ റളിയല്ലാഹു അൻഹു. സഹലിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, ലോകം കണ്ട ആരിഫീങ്ങളിൽ പ്രധാനപ്പെട്ട ഒരാളാണ് ആര്? സഹൽ റളിയല്ലാഹു അൻഹു. സഹലി കൊടുക്കാണ്. പിന്നെ അഹ്സാബ് അധ്യായത്തിൽ ഒരു ആയത്തുണ്ട്, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഓരോരുത്തർക്കും അവരെക്കാൾ പ്രധാനപ്പെട്ട ആളാണ് ആര്? ഹബീബ റസൂലാണ് ആയത്തിന്റെ ഖുർആനിൽ. എനിക്ക് എന്നെക്കാൾ പ്രധാനപ്പെട്ട ആൾ റസൂലാണ്. എന്താണെങ്കിൽ ഒരാൾക്ക് ഏറ്റവും പ്രധാനപ്പെട്ട അയാളാണല്ലോ. അയാളെക്കാൾ പ്രധാനപ്പെട്ട ആളാണ് ആര്? അപ്പോഴേ ഇവർ ആരാവുള്ളൂ. അതെ, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീൻ, മുഅ്മിനീങ്ങൾക്ക് അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഖുർആനിലെ അഹ്സാബ് അധ്യായത്തിലെ 6-ാമത്തെ ആയത്ത്. ഏതൊരു മുഅ്മിനിനും തന്നെക്കാൾ പ്രധാനപ്പെട്ട ആളാണ് ആര്? ഹബീബ റസൂലുള്ളാഹ്. അപ്പോൾ എൻ്റെ തടി എൻ്റെ ഉപകാരത്തിനാണല്ലോ. എനിക്ക് എന്നെക്കാൾ പ്രധാനപ്പെട്ട റസൂലുള്ളാഹ് ആണെങ്കിൽ എൻ്റെ തടിക്ക് നബിക്കുള്ള ഉപയോഗം എനിക്ക് എടുക്കാൻ പാടില്ല. തിരിഞ്ഞില്ല. മനസ്സിലായില്ല അങ്ങക്ക് പറഞ്ഞത്? ഒരാളുടെ അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം, അന്നബിയു ഔലാ ബിൽ മുഅ്മിനീന മിൻ അൻഫുസിഹിം. ഒരു പെണ്ണിന് ഭർത്താവുണ്ട്, മൂത്തച്ചിയുണ്ട്. മൂത്തച്ചി പറഞ്ഞാൽ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ. ഭർത്താവിന് വഴിപ്പെടണം, മൂത്തച്ചിക്ക് വഴിപ്പെടണം. മൂത്തച്ചി പറഞ്ഞാൽ നേരത്തെ വന്നാളല്ലേ. അപ്പോൾ ഒരു കാലഗണന പറയടോ, മൂത്തച്ചിക്ക് വഴിപ്പെടണം, ഭർത്താവിന് വഴിപ്പെടണം. ഒരേ സമയത്ത് രണ്ടാളും വിളിച്ചു. മൂത്തച്ചി ഒന്ന് കുഞ്ഞാളെ വന്നുകൊണ്ട് വാറും, ഭർത്താവ് പറഞ്ഞ പെണ്ണെ എവിടെ വന്നിട്ട് വാന്ന് പറഞ്ഞു. അപ്പോൾ ഒരേ സമയത്ത് 2 കൽപ്പന വന്നു, 2 വിളി വന്നു. ആർക്കാ ഉത്തരം കൊടുക്കേണ്ടത്? പാറി മനുഷ്യന്മാർ. ഇതിനെ അമേരിക്കയിൽ പോയി നോക്കണം. പാറി മനുഷ്യന്മാർ. ഒരു പെണ്ണിന് 2 ആളോട് കടപ്പാട്. ഒന്ന് മൂത്തച്ചി, അയാളുടെ ആ പെണ്ണിൻ്റെ ഭർത്താവിൻ്റെ ജ്യേഷ്ഠൻ്റെ ഭാര്യ നേരത്തെ വന്ന ആളൊന്നും പദവി കൊണ്ട് ഉറ്റാത്താന്നുള്ള സ്ഥാനത്തുള്ളത് കൊണ്ടും ഒരു പദവി ഉണ്ടല്ലോ ആർക്ക്? മൂത്തച്ചിക്ക്. ഇനി സ്വന്തം ഏട്ടത്തിക്കുണ്ടല്ലോ ഭർത്താവുണ്ട്, 2 ആളോടും ബാധ്യതകളുണ്ട്. 2 ആളും ഒരേ സമയത്ത് വിളിച്ചു. കുഞ്ഞാളെ ഒന്ന് വാന്ന് പറഞ്ഞ് പിന്നെ മൂത്തച്ചി. അപ്പോൾ അതേ സെക്കൻഡിൽ ആരും വിളിച്ചു. ശരി, ആരുടെ ബാധ്യത? ഭർത്താവിനോട്. അതാണ് ബാധ്യത. ശരി, നിനക്ക് നീയുണ്ട്, നബിയുണ്ട്. നിനക്കും ആവശ്യമുണ്ട്, നബിക്കും ആവശ്യമുണ്ട്. ഏറ്റവും വലിയ ആവശ്യം ആദ്യം നിർവഹിക്കേണ്ടത് നബിയു. അന്നബിയു നേരത്തെ വെക്ക്, അർത്ഥം വെക്കടോ. അന്നബിയു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഔല ഏറ്റവും ബന്ധപ്പെട്ട ആളാണ് ബിൽ മുഅ്മിനീങ്ങൾക്ക് മിൻ അൻഫുസിഹിം, സ്വന്തം ശരീരത്തിനേക്കാൾ. ഈ ആയത്തിന് ബഹുമാനപ്പെട്ട സഹൽ റളിയല്ലാഹു അൻഹു കൊടുത്ത വ്യാഖ്യാനം ഇവിടെ കാണാം. മൻ ലം യറ നഫ്സഹു ഫി മിൽക്കി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരാൾ അയാളുടെ ശരീരം, അയാളുടെ തടി റസൂലുള്ളാഹിന്റെ ഉടമസ്ഥതയിലാണെന്ന് മനസ്സിലാക്കിയിട്ടില്ലെങ്കിൽ അയാൾ മുഅ്മിനാവൂല. അപ്പം എൻ്റെ തടി എൻ്റെതല്ല, ആരുടേതാണ്? ഹബീബ റസൂലുള്ളാഹിയാണ്. എനിക്ക് എൻ്റെ തടിയിൽ എനിക്കുള്ളതിനേക്കാൾ ഉപകാരം ആർക്കുണ്ടാവണം? നബിക്കുണ്ടാവണം. ഈ തിരിച്ചറിവിന് മാരിഫത്താണ്. അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ. അവസാനിപ്പിക്കാം. അപ്പം ചുരുക്കത്തിൽ വളരെ വലിയ ആഴമുള്ള വാക്കുകളാണ് ഈ പറഞ്ഞ വർത്തമാനങ്ങൾ. നിങ്ങൾ ചിന്തിക്കണം. നമ്മൾ ഈ നിസ്സാരപ്പെട്ട വാക്കുകളിൽ തല്ലുകൂടി നടക്കരുത്. നമ്മൾ ചിന്തിക്കുക. അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ രഹസ്യമാണ്. മുസ്തഫ നബി അള്ളാഹുവിൻ്റെ രഹസ്യം സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിൻ്റെ രഹസ്യമാണ്. മുഹമ്മദ് മുസ്തഫ അള്ളാഹുവിൻ്റെ രഹസ്യമാണ്. അള്ളാഹുവിൻ്റെ രഹസ്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതന്നെ, അത് ഏറ്റവും വലിയ രഹസ്യമാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് മനസ്സിലാക്കണം. അതൊരു ചെറിയ മനസ്സിലാക്കലാണ്. അതൊരു മനസ്സിലാക്കലിൻ്റെ ഒരു ചെറിയ മനസ്സിലാക്കലാണ്. എന്നാൽ തന്നെ അവൻ ഈമാൻ്റെ പടിയിലേക്ക് കയറും. അള്ളാഹു തആല തൗഫീഖ് തരട്ടെ. അപ്പം
ബാക്കി ഇൻഷാ അല്ലാഹ് നാളെ. ഇന്നിപ്പോൾ ഞാൻ ആ വിഷയം ഓതിയില്ല. അടുത്ത ക്ലാസ്സിൽ ബുധനാഴ്ച വളരെ വലിയ ചില വാതിലുകൾ തുറക്കാണ്. ഒറ്റ വരി നോദിക്കോളൂ. എന്താ ليت شعري كيف أهدي عنده فإن له عندي لعهدا موثق هلفت له بالذات إني أحبه بدادا صفيا فهو نهجي وموثقي فإنك محراب الوجود ووجهها وإنك باب الوصل للمتحقق وإنك ختم الأنبياء فلا يرى نبي بعيد المصطفى القرم فيلقي. അല്ല അറിയുക ലൈത ശിഅരി, എനിക്കൊരു ബോധമുണ്ടായിരുന്നെങ്കിൽ, എനിക്കൊരു അറിവുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. കൈഫ അഹ്ദി, എന്നെക്കുറിച്ചുള്ള കരാർ ഇൻദഹു, നബിയുടെ അടുക്കൽ എങ്ങനെയാണെന്ന്, നബി എന്നെ മനസ്സിലാക്കിയത് എങ്ങനെയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ഫഇന്ന ലഹു, തീർച്ചയായും നബിക്കുണ്ട് എൻ്റെ അടുക്കൽ ലഅഹദ മുവസ്സഖിൻ, വളരെ ബലിഷ്ഠമായ ഒരു കരാർ നബിയും ഞാനും തമ്മിലുണ്ട്. നബിയെക്കുറിച്ച് എനിക്ക് വല്ലാത്തൊരു സംഗതിയുണ്ട്. ഞാൻ നബിയെക്കുറിച്ച്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ന് പറഞ്ഞാൽ ഞാനും നബി ഒരു വല്ലാത്ത കരാറുണ്ട്. നീ നബിയുടെ അടുക്കൽ എൻ്റെ സ്ഥാനം എന്താണ് ഞാൻ അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. അതെനിക്കറിയില്ല. പൗതി സമയത്ത് വർത്താനം പറഞ്ഞതുപോലെ ഇയാൾക്കുണ്ട് ഓളെ കിട്ടണമെന്ന്, നീ ഓളെങ്കിലും താല്പര്യം അറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്ക് അറിവുണ്ടായിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. എന്ത് കൈഫ അഹ്ദിയ ഇൻദഹു, നബി എന്നെ കുറിച്ച് നബിയുടെ അടുക്കൽ എന്താണ് കാര്യം, അവനെ നല്ല മനുഷ്യനാണ് എന്ന് നബിക്ക് ധാരണ ഉണ്ടെങ്കിൽ എത്ര നന്നായിരുന്നു. പക്ഷെ ആ വിവരം എനിക്ക് ഇല്ല. എന്നാൽ നബിക്കുണ്ട് ഹിന്ദി എൻ്റെ അടുക്കൽ ലഅഹദ മുവസ്സഖിൻ, ഒരു ബലിഷ്ഠമായ കരാറും. ആ ആളല്ലാത്ത ഒരാളും എനിക്കില്ല എന്ന് എനിക്കുണ്ട്. ഇനി എൻ്റെ കാര്യം നബി എങ്ങനെയാണ് മനസ്സിലാക്കിയതെന്ന് എനിക്കറിഞ്ഞെങ്കിൽ എത്ര നന്നായിരുന്നു. എനിക്കറിയില്ല. എന്താണ് കരാറെന്ന് പിന്നെ പറയുന്നുണ്ട്. പിന്നെ പറയുന്നുണ്ട് സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം ചിന്തിക്കണം, ആൾക്ക് അല്ലാഹു മതിയാവും. അതുകൊണ്ടാണ് ഫൈസൽ രാജാവ് കോടിക്കണക്കിന് ഉറുപ്പിക എടുക്കാൻ വേണ്ടിയിട്ട് എല്ലാവർക്കും കൊടുത്തപ്പോൾ ഇയാൾക്കാണ് ഒരു ബ്ലാങ്ക് ചെക്ക് കൊടുത്തത്. രാജാവ് കൊടുത്തത് കൊണ്ട് വാങ്ങി. ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, മനസ്സിലായില്ലേ? രാജാവ് കൊടുക്കുമ്പോൾ ഒരു മാന്യത. രാജാവ് സൽക്കരിച്ച് കൊട്ടാരത്തിൽ നിന്ന് സൽക്കരിച്ച് എന്ത് ചെയ്തു? വലിയ സാധുക്കളെ നാട്ടിൽ നിന്നാണ് വരുന്നത്, സെനഗലിൽ നിന്നാണ് വരുന്നത്. ആഫ്രിക്കയിലെ ദരിദ്ര രാജ്യമാണ് സെനഗൽ. അപ്പോൾ സെനഗലിൽ നിന്നാണ് വരുന്നത്, പാവപ്പെട്ട മനുഷ്യന്. അപ്പോൾ അവിടെയൊക്കെ ഇസ്ലാമിക പ്രവർത്തനം മറ്റൊക്കെ നടത്താലോ, വലിയ പൈസ എടുക്കാലോ. അപ്പോൾ ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. 1 ലക്ഷം 10 ലക്ഷം ഒന്നുമല്ല, എത്ര എഴുതിയെടുത്തോട്ടെ ബ്ലാങ്ക് ചെക്ക്, താങ്കൾക്ക് ആവശ്യമുള്ളത്ര എടുക്കാന്ന് പറഞ്ഞ ബ്ലാങ്ക് ചെക്ക് കൊടുത്തു. മത്താഫിൽ വന്ന് ഭക്ഷണം വാഹനം കൊണ്ടുവന്ന് വിട്ടു. പിന്നെ എന്ത് ചെയ്തു? തവാഫ് ചെയ്തു, ഇറങ്ങി. ബ്ലാങ്ക് ചെക്ക് കയ്യിലുണ്ട്. ഇറങ്ങി വരുമ്പോൾ ഒരു കുത്തുബ്ഖാന ഉണ്ട്, ഒരു കിതാബ് വെക്കുന്ന കട. ആ കടയിലേക്ക് കയറി 5 റിയാലിൻ്റെ ഒരു കിതാബ് വാങ്ങി ആ ചെക്ക് അവിടെ എഴുതി കൊടുത്തു. എന്തുകൊണ്ട് ഇങ്ങനത്തെ ഒരു മനുഷ്യന് ആവശ്യങ്ങളുണ്ടാവില്ല? എന്തുകൊണ്ട്? അവരുദ്ദേശിക്കുന്ന ആവശ്യം അള്ളാഹു നിറവേറ്റി കിട്ടും. അപ്പോൾ പിന്നെ ചെക്ക് ഒരു ബുദ്ധിമുട്ടാണ്. ഇപ്പം തന്നെ കൊടുത്ത് നീ കള്ളം കൊണ്ടുപോയിട്ട് കള്ളം 10 കോടി എഴുതി എടുക്കുകയാണെങ്കിൽ അത് മൂപ്പര് അക്കൗണ്ടിൽ വരും. മൂപ്പർക്ക് ആവശ്യമില്ല, അള്ളാഹിനുടെ നമുക്ക് ആവശ്യം ഉണ്ടാവില്ല. അവരെ ദാരിദ്ര്യമാവില്ല, നമ്മക്ക ദാരിദ്ര്യം. ഹുബൈബ് തൂക്കുമരത്തിൽ കിടക്കുന്നത് നമ്മക്കാണ് കരിഞ്ഞു വയറിയറിയാം. ഹുബൈബും കരിഞ്ഞു വയറിയാണെങ്കിലോ ഹുബൈബ് റളിയല്ലാഹു അൻഹു തൂക്കുമരത്തിൽ നിന്ന് വയറ് പറഞ്ഞു, കണ്ടോളി മനുഷ്യന്മാരെ, മുഅ്മിനീങ്ങളെ, ഞാൻ എങ്ങനെയാണ് മരിക്കണത്. ഹുബൈബ് ചിരിച്ചു മരിച്ചു. ഹുബൈബിനെ പറ്റി പറഞ്ഞാലൊക്കെ കരിഞ്ഞു മരിച്ചു. എന്നൊക്കെ മനസ്സിലായി. അതേ ത്യാഗമുള്ളൂ. ഹുബൈബ് ചിരിച്ചു മരിച്ചു, അതാണ് ത്യാഗം. അള്ളാഹുവിന് വേണ്ടി മരിക്കാൻ കഴിഞ്ഞല്ലോ. ആ ഹുബൈബിനെ പറ്റി പറഞ്ഞപ്പോൾ ഹുബൈബിനെ പറ്റി നബി കരഞ്ഞു. ഹുബൈബ് മദീന, നബി മദീനയില, ഹുബൈബിനെ കൊല്ലുന്നത് മക്കയില. അപ്പോൾ നബി കരഞ്ഞു, ഹുബൈബ് മരിച്ചു കേട്ടോ എന്ന് പറഞ്ഞു, കരഞ്ഞു. ഹുബൈബ് ചിരിച്ചു. പറഞ്ഞ മനസ്സിലായോ? അള്ളാഹിൻ്റെ നമുക്ക് പ്രയാസം ഉണ്ടാവില്ല. അയാൾക്ക് ആര് മതിയാവും? അള്ളാഹു മതിയാവും. ഇനി അള്ളാഹിൻ്റെ വാതിൽക്കൽ പോയി നിൽക്കണം. ദുന്യാവിൻ്റെ വാതിൽക്കൽ നിന്നിട്ട് അള്ളാഹു വലിയ ആളാന്ന് പറഞ്ഞാൽ അതിനൊരു മഴനയില്ല. അമേരിക്കയും ബ്രിട്ടനുമാണ് ഏറ്റവും വലിയ മഹാന്മാരെന്ന് പറഞ്ഞിട്ട് പിന്നെ അള്ളാഹു അക്ബർ എന്ന് പറയുന്നതിന് അമേരിക്ക അക്ബർ എന്ന് പറയാനല്ല, അതിന് മാനില്ല. അതിനാ അമേരിക്ക അക്ബർ എന്നാണ് മാന പറയുന്നത്. എന്താണ് മനസ്സിലായില്ല? ഭാര്യനെ കഴുത്ത് കൂടെ കെട്ടിപ്പിടിച്ച് പുറത്തിങ്ങനെ തട്ടി
വാതിക്കൽ പരിചാരിക പെണ്ണുണ്ട്, അവളോട് ഇങ്ങനെ കണ്ണോടും ചെയ്ത് ഇത്രയും വേണുള്ളൂ. പുറത്തു പറയണ്ട. എന്താ പറഞ്ഞേ? എന്ത് പറഞ്ഞോ? എന്ത് പറഞ്ഞു? യാത്ര പോവുക, ദുബായ് പോവുക. അപ്പോൾ അവളെ കെട്ടിപ്പിടിച്ചു. അൽഹംദുലില്ലാഹ്, എത്ര ദിവസമാണ് എന്നെ പിരിഞ്ഞ് നിൽക്കുന്നതെന്ന് എനിക്ക് ആലോചിക്കാൻ വയ്യ. ആ കുഞ്ഞുമോളെ കരയാൻ പഠിച്ചവർക്ക് കണ്ണിനിരപ്പും വരും. അപ്പോൾ വീട്ടിൽ പരിചാരിക പെണ്ണ് എന്ത് ചെയ്ത് മൂപ്പര് പോണത് കാണാൻ വേണ്ടിയിട്ട് ഒന്നിങ്ങനെ അടുക്കൽ വന്നപ്പോൾ അപ്പോൾ അവളോടൊന്ന് കണ്ണിടുകയും ചോദിച്ചു. ഇതാണ് നമ്മൾ അല്ലാഹു പറഞ്ഞ അതേ മാനുള്ളൂ. നമുക്ക് അക്ബർ ആരാണ്? അമേരിക്കൻ ബ്രിട്ടനുമാണ്. പറയണ വാക്ക് കുഞ്ഞാളെ എന്നെ പിരിഞ്ഞ് നിൽക്കുന്ന നമുക്ക് എത്രയും മാനുള്ളൂ. വാന്തുമുല്ലാലോനെയും കുന്തുമോമിനെയും നിങ്ങൾക്ക് അള്ള വലിയതാണെങ്കിൽ അള്ള തന്നെ മതിയാവും. നിങ്ങൾ വലിയതോ? അപ്പം നിങ്ങൾ വലിയതല്ല, കാരണം നിങ്ങൾക്ക് അള്ള വലിയതല്ല. അതല്ല എൻ്റെ അർത്ഥം. നിങ്ങൾക്ക് അല്ലാഹു വലിയതാണെങ്കിൽ നിങ്ങൾ വലിയവരാവും. ഇപ്പം നിങ്ങൾക്ക് അല്ലാഹു വലിയതല്ല. ഗസയിലെ പാവപ്പെട്ട ജനങ്ങളെ കൊല്ലുന്നതൊന്ന് നിർത്തിയെന്ന് പറയാനുള്ള ധൈര്യം പോലും നിൽക്കില്ല. യുദ്ധം ചെയ്യേണ്ട, നിർത്തിക്കാണെന്ന് അറിയാൻ പറ്റില്ല, അതിൻ്റെ ധൈര്യം നിൽക്കില്ല. എന്തുകൊണ്ട് പിന്നെ നിങ്ങൾ എങ്ങനെ മേലെയാവുക? നിങ്ങൾ മേലെയാവണമെങ്കിൽ അവരോട് പറയാനുള്ള ധൈര്യം അതും നിൽക്കില്ല. അങ്ങനെ കാട്ടില്ല നിങ്ങൾ. മുതലാളിന്റെ പിന്നാലെ മലയാളി പറയുന്ന മുഴുവനും മൂളി നടക്കണ ഒരുത്തനെ ചിലപ്പോൾ മുതലാളി നല്ല അടി കൊടുക്കും. എന്താണ് വേദനിച്ചാലും മുണ്ടൂല. എന്തുകൊണ്ട്? മുതലാളിനോട് നിങ്ങൾ അങ്ങനെ അല്ലല്ലേ എന്ന് പറഞ്ഞാൽ പിറ്റേന്ന് പണിക്കുളിക്കൂല. അപ്പം ഈ മൂളനായി കിടക്കണ ഇവൻ ഇങ്ങനെ ഖാദിറെ മുഹമ്മദ് എന്ന് പറഞ്ഞാൽ ഇവൻ ഇങ്ങനെ മുതലാളിൻ്റെ തല്ലൊക്കെ കൊണ്ടു കിടക്കും. എന്തുകൊണ്ട്? പറയടൂ, മുതലാളി വലിയ ആളല്ലേ, മുതലാളിനകത്ത് വല്ലതും കിട്ടണമെങ്കിൽ ഇതിനൊക്കെ മൂളണ്ടേ? നിങ്ങളിനി അങ്ങനെ തല്ലല്ലേ മുതലാളി? അത് പറയാനുള്ള ധൈര്യമില്ല. പിന്നെ അല്ലാഹു അക്ബർ എന്ത് മാനയുടെ അല്ലാഹു അക്ബർ. അല്ലാഹു അല്ലാത്ത ദുനിയാവിൻ്റെ ബിംബങ്ങളെ വലിയതാണെന്ന് വിചാരിക്കുന്നവർക്ക് അല്ലാഹു അക്ബർ എന്നതിന് എന്ത് മാനയാണ്. മൂമിനാണെങ്കിൽ അവൻ അക്ബർ ആരെന്നെയാണ്. മറ്റേത് ദിക്റ, അതിന് കൂലി കിട്ടും. 10 കൂലി. ഒന്ന് പറഞ്ഞ 10 കൂലി. നമ്മൾ കൂലി എണ്ണ കാര കൂലി എണ്ണ. അല്ലാഹു അക്ബർ ഒരക്ഷരത്തിന് പറയും, ഒരക്ഷരത്തിന് 10 കൂലി. അപ്പോൾ അല്ലാഹു അക്ബറിൻ്റെ അക്ഷരത്തിലാണ് ചെല്ലിയേക്കളി. ഇന്ന് വൈകുന്നേരം നമുക്ക് എത്ര കൂലിയിട്ട് നോക്കാൻ. തലയിൽ മറ്റാളുകൾ തൊപ്പിട്ടുകൊണ്ട് എടുക്കാൻ നമ്മളവിടെ കിട്ടാം തലക്കടിക്കും. മറ്റുള്ള നമ്മൾ തലക്കടിക്കുമ്പോൾ നമ്മൾ പറയുന്ന വാക്കണ്ട അല്ലാഹു അക്ബർ. നാളെ തിങ്കളാഴ്ച, മറ്റന്നാൾ ചൊവ്വാഴ്ച ഇവിടെ പുതിയ അധികാരം വരും. ചിലപ്പോൾ മോഡി വരും, ചിലപ്പോൾ മറ്റേ ആൾ വരാം. മോമിനോ മോഡി വന്നാൽ നടക്കാണ്, മറ്റേ ആൾ വന്നാൽ നടക്കണം. നമ്മളാൽ കഴിഞ്ഞ് നമ്മൾ ചെയ്യുന്നതിൻ്റെ ജനാധിപത്യ ഭരണം വരണം. ഒന്നില്ല, വരലും വരാതിരിക്കലും റബ്ബിൻ്റെ തഖ്ദീറ. മുഅ്മിനായ മനുഷ്യനെ ഒന്നും ലാഭമല്ല, ഒന്നും നഷ്ടമല്ല. അവനാര് മതിയാവും? അല്ലാഹു മതിയാവും. അതിന് അല്ലാഹു അക്ബർ ഉള്ളു പറയണം. പുറത്ത് അമ്പലത്തിന് പറയാം, ഉള്ളു പറയണം അല്ലാഹു അക്ബർ. അല്ലാഹു അക്ബർ ഉള്ളിൽ പറഞ്ഞാൽ, ഉള്ളിൻ്റെ ഉള്ളിൽ അല്ലാഹു അക്ബർ ഉണ്ടെങ്കിൽ ഒന്നും സംഭവിക്കില്ല. ജൂൺ 4 എന്ത് നടക്കുന്ന? ജൂലൈ 4 അറിഞ്ഞ ദിവസം നിങ്ങൾക്ക് ഓർമ്മ ഉണ്ടാവും. ജൂലൈ 4 എന്താ നടക്കുക? അത് ജൂൺ 4 നടക്കും. അതെന്നെ ഓഗസ്റ്റ് 4 നടക്കും. അതെന്നെ സെപ്റ്റംബർ 4 മനസ്സിലായില്ല. അതെന്നെ 2040 നടക്കും. എന്ത് നടക്കും? റബ്ബ് വിചാരിച്ച് നടക്കും. എല്ലാവരും കൂടി കൂട്ടിക്കൊല്ലാൻ റബ്ബ് തീരുമാനിച്ചാൽ അത് നടക്കും. എല്ലാവരും കൂടി കുറച്ചു കാലം കഴിഞ്ഞ് ബാക്കിയാട്ടെ എന്ന് പറഞ്ഞ് ജീവിപ്പിക്കാൻ തീരുമാനിച്ചാൽ അത് നടക്കും. റബ്ബ് തീരുമാനിച്ച് നടക്കും. അല്ലാഹു നമ്മളെ കാത്തിരക്ഷിക്കട്ടെ. റബ്ബന അലൈക തവക്കൽന വഇലൈക അനബ്ന വഇലൈകൽ മസീർ. കുറേ ആളുകൾ ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ആയിഷ അരക്കിണർ 1000 രൂപ സംഭാവന ചെയ്തിട്ടുണ്ട്. മരിച്ചുപോയ വല്യപ്പാക്കും വല്യമ്മാക്കും ഉപ്പാക്കും അല്ലാഹു തആല സഹോദരി ഇടക്കിടക്ക് നമ്മുടെ ഈ പരിപാടിയിലേക്ക് പൈസ സംഭാവനയും ചീരണി വാങ്ങാനും മറ്റൊക്കെ ആയിട്ട് ഒരു സാധുവായ സ്ത്രീ, വലിയ ധനാഠ്യൊന്നുമില്ല, എന്നാലും ഒരു നല്ല സ്ത്രീയാണ്. കൊല്ലങ്ങളായി നമ്മുടെ ക്ലാസ്സിൽ വരുന്ന സ്ത്രീയാണ് ആയിഷ അരക്കിണർ. അല്ലാഹു തആല അവരെ ഉപ്പാക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, വല്യപ്പാക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ, വല്യമ്മാക്ക് മഗ്ഫിറത്ത് കൊടുക്കട്ടെ. അവർക്ക് അല്ലാഹു ഫിർദൗസിൻ്റെ വാതിൽ തുറന്നു കൊടുക്കണം. മുത്ത് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പരിശുദ്ധമായ മാറ്റം പറഞ്ഞ ഈ മജ്ലിസിൽ അള്ളാഹുവിൻ്റെ വലുപ്പവും അള്ളാഹിൻ്റെ ഹബീബിൻ്റെ വലുപ്പവും മുഅ്മിനീങ്ങളുടെ വലുപ്പവും പറഞ്ഞ ഈ മജ്ലിസിൽ ഔപ്പാക്കും വല്യപ്പാക്കും വല്യമ്മാക്കും അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. നമ്മുടെ മാതാപിതാക്കൾക്ക് അല്ലാഹു പുറത്തു കൊടുക്കട്ടെ. അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട അടിമകളിൽ നമ്മളെയൊക്കെ അല്ലാഹു ചേർത്ത് തരട്ടെ. റബ്ബന നമ്മളെ മക്കളെ അല്ലാഹു സാലിഹീങ്ങളിൽ പെടുത്തട്ടെ. ഈ യൂറോപ്യൻ വ്യവസ്ഥയ്ക്ക് വഴിപ്പെട്ട് ആരാൻ്റെ അടിമകളാവുന്നതിന് പകരം ഈമാൻ്റെ നേതാക്കളാകാൻ അല്ലാഹു നമ്മൾക്ക് തൗഫീഖ്
തൗഫീഖ്. നമ്മളെ കുട്ടികളെ അല്ലാഹു അങ്ങനെ ആക്കി തരട്ടെ. ഒരുത്തൻ്റെയും അടിമകളാകാതെ, ഒരുത്തനും ചേരുംപടി ചേർക്കപ്പെട്ടവരാകാതെ ധീരന്മാരായ മുഅ്മിനുകളായി നിലനിൽക്കാൻ അല്ലാഹു നമ്മളെ മക്കൾക്ക് ഖിയാമത്ത് നാൾ വരെയുള്ള പരമ്പരയിലെ ഓരോരുത്തർക്കും മലബാർ മുസ്ലിങ്ങൾക്ക് പ്രത്യേകിച്ചും അല്ലാഹു തൗഫീഖ് തരട്ടെ. റബ്ബനാ തവഫനാ മുസ്ലിമീന വഅൽഹഖനാ ബിസ്സാലിഹീൻ.